എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയുടെ ഈ മാസം ഈ സിനിമയുടെ ഒരു കിടിലൻ ട്രെയിലർ വരുന്നുണ്ടെന്നുള്ളൊരു വാർത്തകൾ തന്നെയാണ് കേൾക്കാനായിട്ട് സാധിക്കുന്നത്. വയലൻസ് അങ്ങനെ ഇൻസ്പയർ ആവുന്നുണ്ടെങ്കിൽ എന്റെ സിനിമയിൽ നിന്ന് ഞാനത് മാറ്റി നിർത്താൻ തയ്യാറാണ്. കാരണം എനിക്ക് എന്റെ ഉത്തരവാദിത്തം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. തീർച്ചയായിട്ടും ഇനി വയലൻസ് സിനിമകളിൽ പരമാവധി കുറച്ച് കാണിക്കുക എന്നുള്ളതായിരിക്കും എന്റെ ഉത്തരവാദിത്തം. TV ചാനലുകളിലേക്ക് മാർക്കോ എത്തില്ല, പ്രദർശനാനുമതി നിഷേധിച്ച് CBFC OTT നിന്ന് നീക്കണമെന്ന് ആവശ്യം. വളരെ മികച്ചൊരു തീരുമാനം എന്നുള്ളൊരു കാര്യം പറയുന്ന സമയത്ത് ഇന്നലെ ഞാൻ ഒരു ചെറിയൊരു പോസ്റ്റ് കണ്ടായിരുന്നു. സംഭവം ഇതായിരുന്നു, ഉണ്ണിമൂന്തന്റെ പേജിനകത്ത്, ഇൻസ്റ്റാഗ്രാം പേജിനകത്ത് ഇട്ടേക്കുന്ന ഒരു പോസ്റ്റ് ആയിരുന്നു. ഒരു ചെറിയ കൊച്ച് മാർക്കോ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന ഫോണിനകത്ത് മാർക്കോ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോസ്റ്റ് ആയിരുന്നു. ഇത് ഒറിജിനൽ തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരുപാട് ക്രിറ്റിസിസം കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ മൂപ്പരുടെ പേജ് അത് എടുത്ത് ഡിലീറ്റ് ആക്കിയിട്ടുണ്ട്. പൊതുവെ മാർക്കോ സിനിമ കണ്ടേക്കുന്ന സമയത്ത്, ആ സിനിമേനെ ക്രിട്ടിസൈസ് ചെയ്തേക്കുന്ന സമയത്ത് എനിക്ക് ആ സിനിമയുടെ ഒരുപാട് പോസിറ്റീവ് വശങ്ങൾ, അതായത് ഇങ്ങനെയുള്ള സിനിമകൾ മലയാളത്തിൽ വന്നേക്കുന്നത് ഇതൊരു വേറൊരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആണെന്നുള്ള രീതിക്കൊക്കെ ഞാൻ അന്ന് റിവ്യൂ പറയുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ സർട്ടിഫിക്കേഷൻ കിട്ടിയേക്കുന്ന ഒരു പടം ഒരു ചെറിയ കൊച്ചു കാണുന്നതിനോടൊന്നും ഒരു അഭിപ്രായം എനിക്കില്ല എന്നുള്ളൊരു കാര്യം ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ ഇവിടെ വെച്ച് പറയാണ്. മാർക്കോ സിനിമ OTT ഇനി ഉണ്ടാവില്ല എന്നുള്ള വാർത്തകൾ കേൾക്കുന്നുണ്ട്. TV സ്ട്രീമിംഗ് ഇനി ഉണ്ടാവില്ല എന്നുള്ളൊരു കാര്യം അത് നിഷേധിച്ചിട്ടുള്ള വാർത്തകളൊക്കെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഭയങ്കരമായിട്ടുള്ള സെൻസേഷൻ ആയിട്ടുള്ള രീതിക്കാണ് ഈ ന്യൂസ് ഇപ്പോൾ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇതിന് രണ്ട് തരത്തിലുള്ള അഭിപ്രായങ്ങളുണ്ട്. ഒരു കൂട്ടർ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സിനിമ ബഫായിട്ടുള്ള ആൾക്കാർ ഇത്തരത്തിലുള്ള സിനിമകൾ ഇറക്കിക്കൂടെ എന്നുള്ളൊരു അഭിപ്രായം പറയുന്ന ആൾക്കാരുണ്ട്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മുടെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ കൈയടിച്ചേക്കുന്ന ഒരു സീനായിരിക്കും KGF സിനിമയിൽ റോക്കി ബായ് പാർലമെന്റിന്റെ ഉള്ളിലോട്ട് ചെന്നുകൊണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന് പറയുന്ന ആളുടെ മുന്നിൽ വെച്ച് തോക്ക് ചൂണ്ടി വെടിവെച്ച് കൊല്ലുന്ന ഒരു സീനോടെ കാണിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ അടുത്തേക്ക് പോകുന്ന ഒരു സീൻ കാണിക്കുന്നതിൽ പ്രോബ്ലം ഇല്ലാന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് മാർക്കോ സിനിമയിൽ കാണിച്ചിരുന്ന വയലൻസ് ഒരു പ്രോബ്ലം ആയിട്ട് മാറുന്നത്? എന്തിനാണെങ്കിൽ സിനിമയുടെ പ്രൊഡ്യൂസർ പറഞ്ഞേക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് അനുസരിച്ച് ഇനി ഇത്തരത്തിലുള്ള വയലൻസ് ഉള്ള സിനിമകൾ ഇറക്കില്ല, അദ്ദേഹം അതിനെ സപ്പോർട്ട് ചെയ്യില്ല, ഒരു ലോ ബെഡിങ് സിറ്റിസൺ എന്നുള്ള രീതിക്ക് ഇത്തരത്തിലുള്ള സിനിമകൾ പ്രൊമോട്ട് ചെയ്യില്ല എന്നുള്ള രീതിക്ക് അദ്ദേഹം അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു കാര്യം തീരുമാനമായിട്ടുണ്ട്, മാർക്കോ 2 എന്ന് പറയുന്ന സിനിമ അല്ലെങ്കിൽ മാർക്കോ 2, 3, 4 എന്ന് പറയുന്ന ആ ഒരു ഫ്രാഞ്ചൈസി ഇനി ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നണില്ല. ഇതിനാണെങ്കിൽ ഒരു മികച്ച തീരുമാനമാണ്. കാരണം ഒരു സെൻസർഷിപ്പ് ഉള്ള സിനിമകൾ മാത്രമേ ഇവിടെ ഇറക്കാനായിട്ട് പാടൂ, ഇന്ന തന്നെ പടങ്ങൾ ഇവിടെ ഇറക്കാനായിട്ട് പാടൂ. ഭയങ്കരമായിട്ടുള്ള വയലൻസ് ഉള്ള പടമാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ യു കാറ്റഗറി അല്ലെങ്കിൽ യുബാരെ കാറ്റഗറിയിലുള്ള സിനിമകളുടെ അപ്പുറത്ത് കാറ്റഗറിയുള്ള സിനിമകൾ ഇറക്കാനായിട്ട് പറ്റില്ല എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിക്കുന്നത് എന്തിനാണെങ്കിലും നല്ലൊരു അഭിപ്രായമായിട്ട് എനിക്ക് തോന്നി. പക്ഷെ ഒരു കാര്യം, മാർക്കോ സിനിമ ഇനി എന്തായാലും റിലീസ് ചെയ്യുന്നില്ല എന്ന് പറയുന്ന സമയത്ത് ഇനിയെങ്കിലും ഈ നാട് നന്നായി കണ്ടാൽ മതി എന്നുള്ളൊരു അഭിപ്രായം മാത്രമേ എനിക്കുള്ളൂ. കാരണം കഴിഞ്ഞ ദിവസം ഒരു ചെറിയ പയ്യൻ അവന്റെ സ്വന്തം സഹോദരിയെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ടൊരു വാർത്ത കാണാൻ പറ്റിയായിരുന്നു. എനിക്കത് കണ്ട സമയത്ത് ഞാൻ മാർക്കോ സിനിമയിൽ എവിടെയും സഹോദരിനെ പീഡിപ്പിക്കുന്ന ഒരു സീനൊന്നും കണ്ടായിരുന്നില്ല. എന്തിനാണെങ്കിലും ആ കുറ്റം നമുക്ക് മാർക്കോയുടെ തലയിലോട്ട് വെച്ചു കൊടുക്കാം എന്നുള്ളൊരു കാര്യം പറഞ്ഞുകൊണ്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളൊരു കാര്യം ഞാൻ ചോദിക്കുകയാണ്. അതായത് മാർക്കോ സിനിമയാണ് പ്രശ്നം, നമ്മുടെ അടുത്ത സിസ്റ്റമാണ് പ്രശ്നം എന്നുള്ളൊരു കാര്യം വെറുതെ ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഞാൻ ഒന്നുകൂടി പറയാണ്. പ്രധാനമന്ത്രിനെ വെടിവെക്കാനായിട്ട് നമ്മൾ ആരും റിയൽ ജീവിതത്തിൽ നമ്മൾ പോകുന്നില്ലല്ലോ. എന്താ കാരണം? പേടിച്ചിട്ടാണ്, നമ്മുടെ അടുത്ത സിസ്റ്റത്തിനെ പേടിച്ചിട്ടാണ്. നമ്മുടെ പണി കഴിക്കുന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ട്, നമ്മുടെ നിയമം അത്ര സ്ട്രോങ് ആണെന്നുള്ളൊരു കാര്യം നമുക്ക് അറിയാം. എന്നാൽ അതേ സ്ഥാനത്ത് മാർക്ക് പോലുള്ള സിനിമകൾ എന്തുകൊണ്ട് ഇറങ്ങുന്നു എന്നുള്ളൊരു കാര്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അതോടത്ത് സിസ്റ്റം സ്ട്രോങ് അല്ലാത്തതുകൊണ്ടല്ലേ എന്നുള്ളൊരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. സിസ്റ്റം സ്ട്രോങ് അല്ലാത്ത സ്ഥലങ്ങളിൽ മാർക്ക് പോലുള്ള സിനിമകൾ ഇറക്കി കഴിഞ്ഞാൽ കുട്ടികൾ അത് കണ്ട് ഇൻഫ്ലുവൻസ്ഡ് ആയി പലതരത്തിലുള്ള കൊലപാതകങ്ങൾ നടത്തിയേക്കാം, അല്ലെങ്കിൽ കുറ്റകൃത്യങ്ങൾ നടത്തിയേക്കാം എന്നുള്ളൊരു ബോധ്യമുള്ളത് കൊണ്ടായിരിക്കാലോ ഒരു പക്ഷേ ഈ ഒരു സ്ട്രീമിംഗ് പോലും തടഞ്ഞു വെച്ചിട്ടുണ്ടാവുക. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളൊരു കാര്യം ഞാൻ ചോദിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായം താഴെ വന്ന് കമന്റ് ചെയ്യുക. എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയുടെ ഒരുപാട് അപ്ഡേറ്റുകൾ നമ്മൾ കഴിഞ്ഞ മാസം കണ്ടു അല്ലെ. ഒരു 1-1.5 അപ്ഡേറ്റുകളായിരുന്നു. ഓരോ ദിവസം പുതിയ പോസ്റ്റേഴ്സിൽ വരുന്നു, അതിനെക്കുറിച്ചുള്ള അപ്ഡേഷൻസിൽ വരുന്നു. ഇതുവരെ മലയാളത്തിൽ അധികം കണ്ടുവരാത്ത ഒരു വലിയൊരു ചാലഞ്ചിനെ ആയിരുന്നു അവർ സെറ്റ് ചെയ്ത് വെച്ചിരുന്നത്. പക്ഷേ റിലീസ് ചെയ്യുന്ന ഈ മാസം മാർച്ച് മാസത്തിൽ എന്തുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും ഉണ്ടായിട്ടില്ല. കാരണം ഇതുവരെ പ്രത്യേകിച്ച് ഒരു അപ്ഡേറ്റുകൾ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. നല്ലൊരു പോസ്റ്ററോ അല്ലെങ്കിൽ പുതിയൊരു ട്രെയിലറോ ചെറിയൊരു സീക്വൻസ് കട്ടുകളോ ഒന്നും വന്നിട്ടില്ല. ഒരു ഇന്റർവ്യൂ പോലും വന്നേക്കുന്നതായിട്ട് ഞാൻ കണ്ടില്ല. സോ ഈ ഒരു മാസം ഇതുവരെ വളരെ ടള്ളായിട്ടാണ് ഈ സിനിമയുടെ പ്രൊമോഷൻ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം എനിക്ക് തോന്നിയത് ആസ് എ റിവ്യൂവർ. പക്ഷേ ഈ മാസം ഈ സിനിമയുടെ ഒരു കിടിലൻ ട്രെയിലർ വരുന്നുണ്ടെന്നുള്ളൊരു വാർത്തകൾ തന്നെയാണ് കേൾക്കാനായിട്ട് സാധിക്കുന്നത്. ഇതുവരെയുള്ള ഒരു അപ്ഡേറ്റ് അനുസരിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എമ്പുരാൻ സിനിമയുടെ ട്രെയിലർ ഈ മാസം 14-ാം തീയതിയോ അല്ലെങ്കിൽ 15-ാം തീയതിയോ, മാർച്ച് മാസം 14-ാം തീയതിയോ 15-ാം തീയതിക്കുള്ളിൽ ഈ സിനിമയുടെ ഒരു ട്രെയിലർ വരുമെന്നുള്ളൊരു കാര്യം തന്നെയാണ് നമുക്ക് റൂമറുകൾ അനുസരിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഓൾറെഡി സിനിമയുടെ സബ് ടൈറ്റിൽസുകളെല്ലാം ലോക്ക് ചെയ്തെന്നുള്ളൊരു കാര്യങ്ങൾ പറയുന്നുണ്ട്. വിച്ച് മീൻസ് സിനിമ ഈസ് ഓൾമോസ്റ്റ് റെഡി, അതെല്ലാം സെറ്റ് ആണെന്നുള്ള രീതിക്ക് തന്നെയാണ് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത്. എഡിറ്റിംഗ് കാര്യങ്ങളെല്ലാം ഓൾറെഡി കംപ്ലീറ്റഡ് ആയിരുന്നു. അപ്പോൾ സബ് ടൈറ്റിൽ കൂടി ഇപ്പോൾ ഓൾറെഡി കംപ്ലീറ്റഡ് ആയിട്ടുണ്ട്. സോ വരും ദിവസങ്ങളിൽ, അതായത് ബൈ ദിസ് 14th or 15th of this March
നമുക്കൊരു ട്രെയിലർ, ഒരു കിഡിലെ ട്രെയിലറിനെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന രീതിക്ക് തന്നെയാണ് പുതിയ അപ്ഡേറ്റുകൾ സജസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഇതേ ദിവസം തന്നെ മാർച്ച് 14 തീയതി തന്നെയാണ് LCU ഷോർട്ട് ഫിലിം റിലീസ് ചെയ്യാനായിട്ട് പോകുന്നതെന്നുള്ളൊരു വാർത്തകൾ കൂടി ഇതിന് മുന്നേ തന്നെ വരുന്നുണ്ടായിരുന്നു. ലോകേഷ് കനകരാജിന്റെ ബർത്ത്ഡേ ആയിട്ട് മാർച്ച് 14 തീയതിയാണ് LCU സിനിമയുടെ ഷോർട്ട് ഫിലിം വരാനായിട്ട് പോകുന്നത്. LCU ദ ചാപ്റ്റർ 0 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോർട്ട് ഫിലിം വരാനായിട്ട് പോകുന്നത് എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് മുന്നേ തന്നെ കിട്ടിയ ഒരു അപ്ഡേറ്റ്. ആ ഒരു അപ്ഡേറ്റ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. LCU സ്റ്റോറിയുടെ ബിഗിനിങ് കാണിക്കുന്ന ഒരു ഷോർട്ട് ഫിലിം വരാനായിട്ട് പോകുന്നത് ഈ മാസം മാർച്ച് 14 തീയതി തന്നെയാണ്. സോ മാർച്ച് 14 and 15 എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു മൂവി ബഫ് എന്നുള്ള രീതിക്ക് ഒരു ഡബിൾ ട്രീറ്റ് തന്നെയാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട സിനിമകളുടെ ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ തന്നെയാണ് വരും ദിവസങ്ങൾ വരാനായിട്ട് പോകുന്നത്. എമ്പുരാൻ സിനിമയുടെ റിലീസിനോടനുബന്ധിച്ച് ഒരു വലിയൊരു സ്ട്രൈക്ക് നമ്മുടെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ ഭാഗമായിട്ട് ഒരു വലിയ സ്ട്രൈക്ക് നടക്കാനായിട്ട് പോകുന്നുണ്ടെന്ന വാർത്തകൾ കേൾക്കുന്നുണ്ടായിരുന്നു. ശരിക്കും അതിനെക്കുറിച്ച് റിയാക്ട് ചെയ്യാനായിട്ട് പറഞ്ഞിട്ട് കുറേ അധികം ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു. ഇതിനകത്ത് പ്രത്യേകിച്ച് റിയാക്ഷൻ ചെയ്യാനായിട്ടൊന്നുമില്ല. നമുക്കറിയാലോ, കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഒഡീൻ എന്ന് പറയുന്ന ഒരു സിനിമ ഇറങ്ങിയിരിക്കുന്ന സമയത്ത് അന്ന് ഇന്ത്യ ഭരിക്കുന്ന ഒരു പാർട്ടി വലിയൊരു ഹർത്താലുമായിട്ട് മുന്നോട്ടേക്ക് വന്നിരുന്ന ദിവസം തന്നെയായിരുന്നു. പക്ഷേ ഒഡിയൻ സിനിമയ്ക്ക് മാത്രം ഒരു എക്സെപ്ഷൻ വെച്ചേക്കുന്ന ഒരു വാർത്ത നമ്മൾ തലേ ദിവസം കേൾക്കുന്നുണ്ടായിരുന്നു അല്ലെ. ഒഡിയൻ സിനിമയ്ക്ക് മാത്രം ഹർത്താൽ ബാധകമല്ല എന്നുള്ളൊരു വാർത്ത നമ്മൾ കേട്ടായിരുന്നു. സിനിമ മോശമായതുകൊണ്ട്, സിനിമയ്ക്ക് അത്ര നല്ലൊരു അഭിപ്രായം കിട്ടാത്തതുകൊണ്ട് ആ സിനിമ മോശം എന്നുള്ളൊരു പൂർണ്ണ അഭിപ്രായം ഞാൻ പറയുന്നില്ല. കാരണം അതിനകത്ത് ചില എലമെന്റുകൾ ആ കാലഘട്ടത്തിന് ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ആ സിനിമ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് വേറെ ഫാക്ടറാണ്. പക്ഷേ ഭൂരിഭാഗം നോക്കുന്ന സമയത്ത് സിനിമയ്ക്ക് ഒരു വളരെ പോസിറ്റീവായിട്ട് ഒരു അഭിപ്രായം കിട്ടിയില്ല എന്നുള്ളൊരു അഭിപ്രായം തന്നെയാണ്. ഓഡിയൻസ് സിനിമയ്ക്ക് ശേഷമാണല്ലോ മോഹൻലാലിന്റെ വേറൊരു ഫേസ് നമ്മൾ കണ്ടത്. അത് ഒഴുകി നിർത്താണെന്നുണ്ടെങ്കിൽ മോഹൻലാലിന്റെ സിനിമയ്ക്ക് ഒരു വലിയൊരു വരവേൽപ്പിനായിരുന്നു അന്ന് ലഭിച്ചായിരുന്നത്. സോ ആ ഒരു വ്യക്തിയുടെ തന്നെ ഒരു വലിയ സിനിമ, അദ്ദേഹത്തിന്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ സിനിമ എന്ന് പറഞ്ഞിട്ടൊരു സിനിമ വരുന്ന സമയത്ത് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അതൊന്നും തടയാനായിട്ട് ആരെ കൊണ്ട് സാധിക്കില്ല എന്നുള്ളൊരു കാര്യം നമുക്കറിയാം. സിനിമ തിയേറ്ററിലോട്ട് എത്തിയാൽ സിനിമ നല്ലതാണെന്നുണ്ടെങ്കിൽ ആൾക്കാർ കൈയടിക്കും, ആൾക്കാരെ സപ്പോർട്ട് ചെയ്യും. ബിക്കോസ് ദ നെയിം ഈസ് മോഹൻലാലിന്റെ സിനിമയാണ്. സോ നല്ലൊരു സിനിമയാണെന്നുണ്ടെങ്കിൽ ഞാൻ അതാണ് പറയുന്നത്. കുറച്ച് കാലങ്ങളായിട്ട് അദ്ദേഹത്തിന്റെ സിനിമകളുടെ ആ ഒരു ട്രാക്ക് എന്ന് പറയുന്നത് വളരെ മോശമാണ്. നമുക്ക് നല്ല അധികം സിനിമകൾ കിട്ടിയിട്ടില്ല. ആ ഒരു ബ്രാൻഡിന്റെ ലെവൽ വെച്ച് നോക്കുന്ന സമയത്ത് ആ ലെവൽ സിനിമകൾ നമുക്ക് കിട്ടിയിട്ടില്ല. ഒരുപാട് എക്സ്പെക്ട് ചെയ്ത് കഴിഞ്ഞിട്ടും പല സിനിമകൾ നമുക്ക് ഭയങ്കര നിരാശയായിട്ട് മാറിയിട്ടുണ്ട്. പക്ഷെ ആ സിനിമകൾ പോലെയല്ല ഇതൊരു വലിയ ക്യാൻവാസിൽ വരാൻ പോകുന്ന, ഒരുപാട് എക്സ്പെക്ടേഷൻ തരുന്ന, ഒരുപാട് അപ്ഡേറ്റുകൾ തന്നുകൊണ്ടിരിക്കുന്ന ഒരു സിനിമ തന്നെയാണ്. വലിയ ബഡ്ജറ്റ് വന്നേക്കുന്നത്. ഉദ്ദേശം 200 കോടിയുടെ അടുത്തൊക്കെയാണ് സിനിമയുടെ ബഡ്ജറ്റ് എന്നുള്ള വാർത്തകളൊക്കെ പല സോഴ്സുകളിൽ നിന്ന് കേൾക്കാനായിട്ട് സാധിച്ചായിരുന്നു. 141 കോടി രൂപ എന്നുള്ള രീതിക്കുള്ള ഒരു അപ്ഡേറ്റ് മുന്നേ തന്നെ കേട്ടായിരുന്നു. ഇനി ഒരു 150 കോടി രൂപയിൽ മേലെ വരുന്ന ഒരു വലിയ സിനിമ. ആ സിനിമയുടെ റിലീസിംഗ് വരുന്ന സമയത്ത് ഈ പറയുന്ന സ്ട്രൈക്ക് ഒന്നും വലിയ ബാധകമായിരിക്കില്ല എന്നുള്ളൊരു കാര്യം എനിക്ക് തോന്നുന്നത്. സിനിമ തിയേറ്ററിലോട്ട് എത്തിയ സിനിമ നല്ലതാണെന്നുണ്ടെങ്കിൽ ആൾക്കാർ സിനിമ കയറി കാണും, അതൊരു വലിയ വിജയമായിട്ട് മാറും എന്നുള്ളൊരു കാര്യം പോലും നമുക്ക് പറയാനായിട്ട് സാധിക്കും. പക്ഷെ ഞാൻ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന സിനിമയുടെ ഒരു പേര് എന്ന് പറയുന്നത് ബേസിക്കലി ദൃശ്യം എന്ന് പറയുന്ന സിനിമയുടെ ഫ്രാഞ്ചൈസിയാണ്. ആദ്യത്തെ പാർട്ട് കണ്ടേക്കുന്ന സമയത്ത് വാവ് എന്ന് തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ രണ്ടാം പാർട്ട് കണ്ടേക്കുന്ന സമയത്ത് അതേ ലെവലിൽ തന്നെ കീപ്പ് ചെയ്തേക്കുന്ന ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്തേക്കുന്ന ഒരു സിനിമ തന്നെയായിരുന്നു ജോർജ് കുട്ടി എന്ന് പറയുന്ന ഒരു കഥാപാത്രം ദൃശ്യം എന്ന് പറയുന്ന ഒരു സിനിമ എന്ന് പറയുന്നത്. അതിന് കാരണം ആ ഒരു കഥയും ആ ഒരു ഡയറക്ടറിന്റെ ഒരു വിഷനും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു. ആ സിനിമ നമുക്ക് തന്നേക്കുന്ന ഒരു OTT പോലും ആ സിനിമ നമുക്ക് തന്നേക്കുന്ന ഒരു കിക്ക് എന്ന് പറയുന്നത് വേറെ ലെവൽ തന്നെയായിരുന്നു. ഈ സിനിമയുടെ തേർഡ് പാർട്ട് എന്നായിരിക്കും റിലീസ് ചെയ്യുക എന്നുള്ളൊരു കാര്യം നമുക്ക് മുന്നേ തന്നെ ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. എന്നായിരിക്കും സിനിമ ഇറങ്ങുക എന്നുള്ളൊരു കാര്യം ഇപ്പൊ അത് ഒഫീഷ്യലി കൺഫേം ആയി കാണുന്നത്. ദൃശ്യം 3 ഈസ് ഓൾറെഡി കൺഫേംഡ്. ദൃശ്യം 3 ഓൾറെഡി കൺഫേം ആയിട്ടുണ്ട്. ആൻഡ് ദ ഗ്രേറ്റ് മോഹൻലാൽ തന്നെ ഇതിനെക്കുറിച്ചൊരു ലേറ്റസ്റ്റ് ആയിട്ടൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ദ പാസ്റ്റ് നെവർ സ്റ്റേസ് സൈലന്റ്, ദൃശ്യം 3 കൺഫേംഡ് എന്ന് പറഞ്ഞിട്ടാണ് ഒരു പോസ്റ്റ് ഇട്ടേക്കുന്നത്. പാസ്റ്റ് എന്ന് പറയുന്ന സമയത്ത് ജോർജ് കുട്ടിയുടെ ആ ഒരു പാസ്റ്റ്, അദ്ദേഹം ചെയ്തേക്കുന്ന ഒരു ക്രൈം ഒരിക്കലും സൈലന്റ് ആയിട്ടിരിക്കില്ല. അത് ഒരിക്കൽ എങ്കിൽ അത് പിടിക്കപ്പെടുമെന്നുള്ളൊരു കാര്യം ബോധ്യമുള്ള ഒരു വ്യക്തി തന്നെയാണ് അദ്ദേഹം എന്ന് പറയുന്നത്. സോ അദ്ദേഹത്തിന്റെ ആ ഒരു ഫൈനൽ ഒരു ഔട്ട്പുട്ട് കാണിക്കുന്ന, ഫൈനൽ ആ ഒരു കഥയുടെ എൻഡിങ് കാണിക്കുന്ന ഒരു സിനിമയായിരിക്കും ദൃശ്യം 3 എന്നുള്ളൊരു കാര്യം തന്നെയാണ് നമുക്ക് ഇതുവരെയുള്ള അപ്ഡേറ്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. സോ ജോർജ് കുട്ടിയും ആൻഡ് ദൃശ്യം തിരിച്ചു വരാനായിട്ട് പോവാണ് ഒരു പാൻ ഇന്ത്യ റിലീസായിട്ട്. അതായത് ഒരേ സമയത്ത് തന്നെ ഹിന്ദിയിലും മലയാളത്തിലടക്കം എല്ലാ ലാംഗ്വേജുകളും ഒരുമിച്ചോടെ റിലീസ് ചെയ്യാൻ നിൽക്കുന്ന ഒരു സിനിമ തന്നെയാണ് ദൃശ്യം 3 എന്ന് പറയുന്നത്. നമുക്കറിയാം ഇന്ത്യയിൽ നിന്ന് പുറം രാജ്യങ്ങളിലോട്ട് പോലും ഡബ് ചെയ്തേക്കുന്ന വലിയൊരു റീച്ച് കിട്ടിയേക്കുന്ന, മലയാളത്തിൽ നിന്ന് മാത്രമല്ല ഇന്ത്യൻ സിനിമയ്ക്ക് തന്നെ വലിയൊരു അംഗീകാരം കിട്ടിയേക്കുന്ന ഒരു സിനിമ തന്നെയാണ് ദൃശ്യം എന്ന് പറയുന്ന ഒരു സിനിമ എന്ന് പറയുന്നത്. ആ ഒരു സിനിമ അങ്ങനെ ഫൈനലി തിരിച്ചു വരാനായിട്ട് പോവാണ്. സോ മാർക്കോ സിനിമ നിർത്തിയതിനെ കുറിച്ച് ഉള്ളൊരു അഭിപ്രായം, അതിന്റെ OTT സ്ട്രീമിംഗ് കാര്യങ്ങളൊക്കെ നിർത്താനായിട്ടുള്ള ഒരു അഭിപ്രായം, ഒപ്പം തന്നെ TV സ്ട്രീമിംഗ് നിർത്തി എന്നുള്ളൊരു അഭിപ്രായം കേൾക്കുന്ന സമയത്ത് എന്താണ് നിങ്ങൾക്ക് തോന്നിയത്? നാടിനി നന്നാവുമോ? നമ്മളിനി വരുന്ന ദിവസങ്ങൾ എന്ന് പറയുന്നത് നല്ലൊരു വാർത്തകൾ കേൾക്കുന്ന ദിവസങ്ങൾ തന്നെയായിരിക്കുമോ? സിനിമ നിർത്തിയത് കൊണ്ട് നാട് നന്നാവുമോ, അതോ നിയമം മാറണോ എന്നുള്ളൊരു കാര്യം കൂടി നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഒപ്പം തന്നെ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയെ കുറിച്ചുള്ള നിങ്ങളുടെ എക്സ്പെക്ടേഷൻ എന്താണ്? ട്രെയിലർ റിലീസ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ഭീകരമായിട്ടുള്ള ട്രെയിലർ ആയിരിക്കുമോ? സിനിമ ഒരു വലിയൊരു ക്യാൻവാസിൽ വരുന്ന സിനിമ ആയതുകൊണ്ട് തന്നെ ഒരു 1000 കോടിയൊക്കെ അടിക്കുന്ന ഒരു സിനിമയായിട്ട് മാറുമോ? എന്താണ് നിങ്ങളുടെ പ്രതീക്ഷ എന്നുള്ളൊരു കാര്യം നിങ്ങൾ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, വീഡിയോ മാക്സിമം പേരോട് ഷെയർ ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിച്ചേക്കുക. തൊട്ടടുത്തുള്ള ബെൽ കൂടെ അമർത്തുകയാണെന്നുണ്ടെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന വീഡിയോയുടെ അപ്ഡേറ്റുകളെല്ലാം നിങ്ങൾക്ക് ഉടനടി ലഭിക്കുന്നതായിരിക്കും. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ ഇറ്റ്സ് ബീൻ ഡോൺസ് ബൈ.